പലസ്തീനിൽ ഇസ്രായേലിനെതിരെ പടനയിക്കുന്ന ഹമാസിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. നായ്ക്കൾക്കുണ്ടായ മക്കളാണ് ഹമാസ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ബന്ദികളെ വിട്ടുനൽകാതെ ഇസ്രായേലിന് പലസ്തീനെ ആക്രമിക്കുന്നതിനുള്ള അവസരം നൽകുകയാണ് ഹമാസ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഹമാസിനെ നിരായുധീകരിക്കുകയാണ് വേണ്ടത് എന്ന് മഹ്മൂദ് അബ്ബാസ് എടുത്തു പറഞ്ഞു. ഗാസ മുനമ്പിൽ ഇസ്രായേൽ വംശഹത്യ ഇപ്പോഴും നടത്തുകയാണ്. ഗാസ മുനമ്പിനെ ആക്രമിക്കാൻ ഇസ്രായേലിനെ ഒരു ഒഴിവ് കഴിവാണ് ബന്ദികളെ വിട്ടു നൽകാത്തതിലൂടെ ഹമാസ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റമല്ലയിൽ നിന്ന് നടത്തിയ ഒരു ടെലിവിഷൻ പ്രസംഗത്തിലായിരുന്നു മഹ്മൂദ് അബ്ബാസ് ഹമാസിനെ ഇങ്ങനെ രൂക്ഷമായി വിമർശിച്ചത്. ഗാസ മുനമ്പിലെ നിയന്ത്രണം ഹമാസ് അവസാനിപ്പിക്കണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും നിയമാനുസൃതമായ പലസ്തീൻ ദേശീയ അതോറിറ്റിക്കും കൈമാറണം. ആയുധങ്ങൾ കൈവശം വെക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും മഹ്മൂദ് അബ്ബാസ് ഹമാസിനോട് ആവശ്യപ്പെട്ടു. ഹമാസിനെതിരെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ പരസ്യ വിമർശനമാണ് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിൻ്റെ ഈ പ്രസ്താവന. നേരത്തെ ഈജിപ്തും ഹമാസിനെ നിരായുധീകരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. നായ്ക്കരുടെ മക്കളെ നിങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങൾക്ക് വിട്ടുതരൂ, ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് ഹമാസിനെതിരെ ഒരു കടുത്ത അറബി വിശേഷണം പ്രയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഹമാസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ബാസിം നയീം അദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങളെ അപമാനകരം എന്നാണ് വിശേഷിപ്പിച്ചത്. അബ്ബാസിൻ്റെ ഫത്താ പാർട്ടിയും ഹമാസും തമ്മിൽ ഏകദേശം 2 പതിറ്റാണ്ടുകളായി ആഴത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. ഹമാസ് പലസ്തീൻ ഐക്യത്തിന് തുരങ്കം വെക്കുന്നതായി അബ്ബാസും പലസ്തീൻ അതോറിറ്റിയും പലതവണ ആരോപിച്ചിട്ടുണ്ട്. ഇസ്രയേലുമായി സഹകരിക്കുന്നതിനും വെസ്റ്റ് ബാങ്കിലെ വിയോജിപ്പുകൾ അടിച്ചമർത്തുന്നതിനും ഹമാസും മുൻ ഭരണകൂടത്തെ വിമർശിച്ചിട്ടുണ്ട്. അതേസമയം തങ്ങൾക്കെതിരെ നിന്ദ്യമായ പദം ഉപയോഗിച്ച അബ്ബാസിൻ്റെ നടപടിയെ അപലപിക്കുന്നു എന്നാണ് ഹമാസ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഗാസ മുനമ്പിൽ സമാധാനം കൊണ്ടുവരാനും മരണങ്ങൾ ഒഴിവാക്കുവാനും ബന്ദികളെ വിട്ടുനൽകാനാണ് അബ്ബാസ് പറയുന്നത്. ബന്ദികൾ ആക്കിയതാണ് ഇസ്രയേൽ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നമെന്നും ഗാസയിലെ കൊലകൾക്ക് കാരണം ഹമാസ് ആണെന്നുമാണ് പലസ്തീൻ അതോറിറ്റിയുടെ പോലും അഭിപ്രായം. കൂട്ടമരണങ്ങൾ കണ്ട് മടുത്തിരിക്കുകയാണ് പലസ്തീൻ ജനത. ഒരു കാലത്തും ഇസ്രയേൽ പോലുള്ള ഒരു വൻശക്തിയെ എതിർത്തുകൊണ്ട് ആ മണ്ണിൽ കഴിയാനാവില്ല എന്നതവർ മനസ്സിലാക്കിയിരിക്കുന്നു. സമാധാനപരമായ നീക്കങ്ങളിലൂടെ സ്വന്തം മണ്ണിൽ തുടർന്നും ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് അവരെ കുറ്റപ്പെടുത്താൻ കഴിയുക? എത്രയോ വർഷങ്ങളായി കൺമുന്നിൽ വേണ്ടപ്പെട്ടവർ മരിച്ചു വീഴുന്നത് കാണുന്നവരാണ് പലസ്തീനികൾ. തങ്ങളുടെ വീടുകളും സ്കൂളും ആരാധനാലയങ്ങളും എല്ലാം തകർക്കപ്പെടുന്നു. ഹമാസിൻ്റെ പോരാട്ട വഴിയിലൂടെ തങ്ങൾക്ക് മോചനം ലഭിക്കില്ല എന്ന തിരിച്ചറിവ് ഇപ്പോൾ പലർക്കും ഉണ്ടായിരിക്കുന്നു. സമാധാനപൂർണമായ ഒരു ജീവിതം പലസ്തീനികളും അർഹിക്കുന്നുണ്ട്. ഒരിക്കലും തീരാത്ത യുദ്ധത്തിലൂടെ, സ്ത്രീകളെയും കുട്ടികളെയും കൊലയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു യുദ്ധത്തിലൂടെ ഒരുപക്ഷെ വിജയം നേടിയാൽ പോലും തങ്ങൾക്ക് പ്രിയപ്പെട്ട ആരും അപ്പോൾ ജീവനോടെ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് അവർക്ക് കൈവന്നിരിക്കുന്നു. യുദ്ധത്തേക്കാൾ വളരെ വലുതും മഹത്തരവുമാണ് സമാധാനം എന്നവർ മനസ്സിലാക്കുന്നു.